മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ്. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെയാണ്. അല്ലാതെ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക് പിന്നെ 26 UDF ഗവൺമെന്റ് വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ തീരുമാനം ഉണ്ടാവും. നിങ്ങളുടെ തീരുമാനം ആദ്യത്തെ ക്യാബിനറ്റ്. അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ, ഏത് ഭരണപരമായ നടപടികൾ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ ക്യാബിനറ്റ്. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞാൻ തന്നെ ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും. എല്ലാം അവരാവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു പഠനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എങ്കിലും ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുക ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണ നടപടികളാണ് എല്ലാ കാലത്തും BJP ഗവൺമെൻറ് തുറന്നു വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർക്ക് നേരെ EDയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി പാറശാല ഏരിയ കമ്മിറ്റി. പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള തൊഴിലാളികളായി പാർട്ടി സഖാക്കൾ മാറിയെന്നാണ് ആക്ഷേപം. പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പാറശാല ഏരിയ സെക്രട്ടറി S. അജയ്കുമാർ ആവശ്യപ്പെട്ടു. പിണറായി വിജയനെ കാരണഭൂതനാക്കിയുള്ള പാട്ട് പുറത്തിറക്കിയ സമയത്ത് സംഘാടക സമിതി ചെയർമാനായിരുന്നു അജയ്കുമാർ. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, അതേ സംഘാടക സമിതി ചെയർമാന് എപ്പോഴാണ് ഈ തിരുത്തൽ ആവശ്യം തോന്നിയത്? വലിയ തോൽവി പാർട്ടി നേരിട്ട സമയത്ത്, ഇനിയും വിമർശിക്കേണ്ട സമയത്ത് നേതാക്കളെ വിമർശിച്ചില്ലെങ്കിൽ ഈ പാർട്ടി പോലും ഇല്ലാതാകും എന്ന സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു. പാറശാല ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അജയ്കുമാർ ഇന്നലെ പാറശാലയിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ പങ്കെടുത്ത തോൽവി പഠിക്കുന്ന യോഗത്തിലാണ് അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചത്. പിണറായി വിജയൻ MLA സ്ഥാനത്ത് നിന്ന് തന്നെ രാജിവെച്ച് മാറി നിൽക്കേണ്ടതാണ് എന്നതായിരുന്നു അജയ്കുമാറിന്റെ വിമർശനം. അതുകൊണ്ട് തന്നെ പിണറായി പ്രതിപക്ഷ നേതാവായത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം അംഗങ്ങളും ആ നിലപാടിനോട് ഒപ്പം നിൽക്കുന്ന സമീപനമാണ് എടുത്തത് എന്ന് മാത്രമല്ല, പാർട്ടി തീരുമാനങ്ങൾ എടുക്കുന്നയാൾ പിണറായി വിജയനാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട തൊഴിലാളികളെ പോലെ പാർട്ടി നേതാക്കളും സഖാക്കളും മാറി എന്ന വിമർശനവും അതിനകത്ത് ഉണ്ടായി. ഈ സമയത്ത് KK ജയചന്ദ്രന്റെ ഭാഗത്ത് നിന്ന് മറ്റു തരത്തിലുള്ള ഇടപെടലുകൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന് ശ്രദ്ധേയമാണ്. കാരണഭൂതൻ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്ത് കാരണഭൂതൻ എന്നൊരു പാട്ട് ഇറക്കിയിരുന്നു. അന്ന് വലിയ ചർച്ചയായതാണ് കാരണഭൂതൻ പാട്ട്. അന്ന് പാറശാലയിൽ വെച്ചായിരുന്നു തിരുവനന്തപുരം
ജില്ലാ സമ്മേളനം നടന്നത്. അന്നത്തെ ശരി, റഹീസ് സംഘാടക റഷീദാണ് വിവരങ്ങൾ സമിതി നൽകിയത്. ചെയർമാൻ 200 ഏരിയ കമ്മിറ്റികളുണ്ട് കേരളത്തിലെമ്പാടും. CPM-ന് ഇവിടങ്ങളിൽ നിന്നെല്ലാം ഈ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് എങ്കിൽ വാർത്തകൾ തുടരുകയും ചെയ്യും. CPM എന്തായാലും ഈ കീഴ്ഘടകങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങൾ ക്രോഡീകരിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാവുകയും നേതൃതലത്തിലൊരു പ്രസ്താവന ഉണ്ടാവുകയും ചെയ്താൽ മാത്രമായിരിക്കും ഒരുപക്ഷെ ഇതിനൊരു അവസാനം ഉണ്ടാവുക.